എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്ന ആധ്യാത്മിക രാമായണം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു യാത്രയിൽ 20ാമത് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഖരനെയും ശൂർപ്പണഖയും ഒക്കെ ദൂഷണനെയും ഒക്കെ നമ്മൾ അതിൻ്റെ തത്വാർത്ഥത്തിൽ പര്യവേക്ഷണം ചെയ്തു, എന്താണെന്ന് മനസ്സിലാക്കി. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആ കഥാസന്ദർഭത്തിൽ അടുത്തതായി ശ്രീരാമൻ ഏറ്റുമുട്ടുന്ന അസുരൻ ത്രിശിരനാണ്. ജീവാത്മാവായ നമ്മിലെ ശ്രീരാമൻ ഏറ്റുമുട്ടുന്ന നമ്മിലെ ആസുരീകതയായ ത്രിശിരസ്. പേരിൽ തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് 3 തലയുള്ളത് എന്നർത്ഥമുള്ള ത്രിശിരസ് എന്ന പേര്. അത് രാമായണത്തിലെ ആത്മീയമായ ഞാൻ ഈ പറയുന്ന പോലെ പലതിൻ്റെയും ഉപമയും അല്ലെങ്കിൽ അലങ്കാരവും ഒക്കെ ആകും, പ്രതീകമൊക്കെയാണ്. പ്രതീകാത്മകതയുടെ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വളരെ സമൃദ്ധമായ ഒരുപാട് ആശയങ്ങൾ, അതുപോലെ തന്നെ സൂക്ഷ്മമായ പാളികൾ ഒക്കെ വഹിക്കുന്ന ഒരു പേരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രൂപകപരമായിട്ട് പ്രതീകാത്മകമായി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആശയപരമായി നോക്കുന്ന സമയത്ത് തന്നെ രാവണൻ്റെ മകനും രാക്ഷസ രാജകുമാരനുമായ ത്രിശിരൻ, അതായത് ത്രിശിരസ്, ഒരു ശക്തനായ യോദ്ധാവിനേക്കാൾ അല്ലെങ്കിൽ ഒരു ശക്തനായ പോരാളിയെ ആണ് കൂടുതൽ പ്രതിനിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 3 ശിരസ് അല്ലെ 3 തലകൾ യഥാർത്ഥത്തിൽ പ്രതീകങ്ങളായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അത് നമ്മളിലുള്ള ത്രിവിധങ്ങളായ അജ്ഞതയാണ്. ത്രിവിധങ്ങളായ അജ്ഞത എന്താണ് യഥാർത്ഥത്തിൽ? അത് അവിദ്യ, അസ്മിത, രാഗദ്വേഷം. ഈ ത്രിതത്വങ്ങൾ അല്ലെങ്കിൽ ഈ ത്രിവിധ അജ്ഞതകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ അജ്ഞതയാണ്. അസ്മിത എന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്. രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ ആസക്തിയും വെറുപ്പുമാണ്. ഇതൊക്കെ നമ്മളിൽ അന്തർലീനമായ ആസുരീകമായ ചോദനകളാണ്, പ്രവണതകളാണ്, അല്ലെങ്കിൽ വാസനകളാണ്, പ്രേരണകളാണ്. യോഗശാസ്ത്രപരമായ അല്ലെങ്കിൽ യോഗതത്വചിന്ത ശാസ്ത്രയിൽ അല്ലെങ്കിൽ യോഗതത്വചിന്ത പ്രകാരം ഇത് പ്രധാന കഷ്ടതകളായിട്ടാണ് പറയുക.
ഇനി വികലമായ ത്രിതത്വത്തെയും കൂടെ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതെന്താണ്? ദിവ്യ ഈശ്വരീയമായ തത്വമായ ത്രിതത്വമായ ബ്രഹ്മാവ്, സൃഷ്ടിതത്വമായ ബ്രഹ്മാവ്, സംരക്ഷണ തത്വമായ വിഷ്ണു, അതുപോലെ സംഹാരതത്വമായ ശിവൻ. ഈ പ്രപഞ്ച സന്തുലിതാവസ്ഥയെ ഉൾക്കൊള്ളുന്നിടത്ത് ത്രിശിരസിൻ്റെ 3 തലകളെ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രാപഞ്ചികമായ താളക്രമം, പ്രപഞ്ചത്തിൻ്റെ ഋതം, ഈശ്വരീയമായ താളം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ ദിവ്യമായ ത്രിതത്വമാണ്. സൃഷ്ടിപരമായ നമ്മുടെ തത്വമായ ബ്രഹ്മാവ്, സംരക്ഷണ തത്വമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിഷ്ണു, അതുപോലെ സംഹാര തത്വമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശിവൻ. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഇക്വിലിബ്രിയമാണ്. യഥാർത്ഥത്തിൽ എല്ലാ ജീവജാലങ്ങളിലും പ്രപഞ്ചം നിറയെ കാണുന്ന ഈ ഇക്വിലിബ്രിയം, അതിൻ്റെ എതിരായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു അസന്തുലിതാവസ്ഥയെ, അതാണ് ത്രിശിരസ്. അതായത് ഈ 3 തലകൾ അസന്തുലിതാവസ്ഥ, അതായത് അതുപോലെ തന്നെ ക്രമമില്ലാത്ത ഒരു കുഴപ്പം, കയോസ്, അതുപോലെ അഹംഭാവത്താൽ നയിക്കപ്പെടുന്ന ശക്തി എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന പൈശാചികമായ ഒരു അതിൻ്റെ സമാന്തരമായ ഗുണങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ ഉള്ളിൽ പ്രാപഞ്ചികമായ ദൈവികമായ താളമായ ത്രിതത്വങ്ങൾ, സൃഷ്ടിസ്ഥിതി സംഹാരക്രമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ആ തത്വങ്ങളെ ഇൻബാലൻസ് ആക്കുന്ന, അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കാനുള്ള പ്രേരണ, അതുപോലെ ആ ക്രമത്തിനെ താളം തെറ്റിച്ചാൽ അത് അക്രമമാവും, അല്ലേ? ക്രമത്തെ താളം തെറ്റിക്കുന്നത് അക്രമമാണ്. അപ്പോൾ അക്രമവാസനകൾ, അതുപോലെ തന്നെ അഹംഭാവത്താൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ശക്തി, കാരണം അഹംഭാവത്താൽ ഉണ്ടാകുന്ന ശക്തി എപ്പോഴും നമുക്ക് നാശത്തിനാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുക. പിന്നെ ത്രിശിരസ് പ്രതിനിധാനം ചെയ്യുന്നത് പ്രക്ഷുബ്ധാവസ്ഥയിലുള്ള 3 ഗുണങ്ങളാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ ഏതൊക്കെയാണ് ആ 3 ഗുണങ്ങൾ? ആ 3 ശിരസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാത്വിക ഗുണം, രാജസിക ഗുണം, താമസിക ഗുണം. അതായത് സത്വഗുണം പരിശുദ്ധിയുടെയും, രജസ് ചലനാത്മകതയുടെയും പ്രവർത്തനപരമായ ക്രിയാപരമായ ചൈതന്യമായും, തമസ് ജഡത്വ ഇനേഷ്യ ആയ ചൈതന്യമായും അല്ലെങ്കിൽ ഗുണങ്ങളായും നമ്മളിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ 3 ഗുണങ്ങളെയും അസന്തുലിതമാക്കുക. ഈ 3 ഗുണങ്ങളുടെയും പൊരുത്തക്കേടിൻ്റെ അവസ്ഥയിൽ നമ്മൾക്ക് എന്തുണ്ടാവും? നമ്മുടെ രാക്ഷസ സ്വഭാവത്തിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് ഇതിൻ്റെ ഇംബാലൻസ് നമ്മളെ നയിക്കും. അപ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ത്രിശിരസ് ചെയ്യണത് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളിൽ അജ്ഞതകൾ, ത്രിവിധമായ അജ്ഞതകളായിട്ട് വർത്തിക്കുന്ന ചൈതന്യം, അതായത് ഈ ത്രിശിരസിൻ്റെ 3 തലകൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ മനോവികാര മണ്ഡലങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ചോദനയാണ്. അതിൻ്റെ ഒരു തലം എന്നുള്ളത് ത്രിവിധമായ അജ്ഞതകളാണ്. അത് ഈ പറയുന്ന പോലെ അജ്ഞത, അസ്മിതം, അതുപോലെ രാഗദ്വേഷം. ഈ 3 അജ്ഞതകളാൽ, ത്രിവിധ അജ്ഞതകളാൽ നമ്മളെ പ്രധാന കഷ്ടതകളിലേക്ക് ഇവ നയിക്കുമെന്ന് യോഗശാസ്ത്രം പറയുന്നു. പിന്നീട് അത് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന പ്രാപഞ്ചിക തത്വമായ അല്ലെങ്കിൽ പ്രപഞ്ചതാളമായ ഋതം. ഏതാണ് ആ ഋതം? സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന ആ ഋതത്തിനെ താളം തെറ്റിക്കുക. അതെങ്ങനെ താളം തെറ്റിക്കും? ഈ പറയുന്ന പോലെ അതിനെ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കും. അതിൻ്റെ ഒരു ബാലൻസിനെയാണ് അതിൻ്റെ ബാലൻസിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ നിലനിൽപ്പിന് താളം തെറ്റിക്കുക. പിന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ ആ ഒരു ക്രമമുണ്ട്, സൃഷ്ടി സ്ഥിതി സംഹാരത്തിനൊരു ക്രമം. ആ ക്രമത്തെ അട്ടിമറിക്കുക. പിന്നെ അതിനെ നാശത്തിലേക്ക് എങ്ങനെ നയിക്കും? അഹംഭാവത്തിൽ അടിസ്ഥാനപരമായ ശക്തിയിലൂടെ അതിനെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. പിന്നീട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുള്ള തന്നെ ത്രിഗുണങ്ങളെ താളം തെറ്റിക്കുക. അതെന്താ? പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് അതിനെ ചെന്നെത്തിക്കുക. സത്വരജസ് തമോ ഗുണങ്ങളെ പ്രക്ഷുബ്ധതയിലേക്ക് നയിക്കുക. അപ്പോൾ എന്താവും? ഈ 3 ഗുണങ്ങളുടെ പൊരുത്തക്കേട് നമ്മളിൽ ഉണ്ടാവും. അങ്ങനെ ആ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോൾ നമ്മളിൽ രാക്ഷസ സ്വഭാവം ജനിക്കും. അപ്പം ഇങ്ങനെയാണ് ത്രിശിരസ് നമ്മുടെ ജീവാത്മാവിൻ്റെ പ്രയാണത്തിൽ, ശ്രീരാമൻ്റെ പ്രയാണത്തിന് തടസ്സമായിരിക്കുന്നത്. നമ്മുടെ ജീവാത്മാവാകുന്ന ശ്രീരാമൻ്റെ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രയാണത്തിൽ, രാമൻ്റെ അയനത്തിൽ, രാമായണത്തിൽ രാമന് പ്രതിബന്ധമായി ഇരിക്കുന്ന ആസുരികത.
ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം നോക്കുമ്പോൾ നമ്മളെ ഋഷിമാർ പഠിപ്പിച്ചതുപോലെ തന്നെ രാമായണത്തിൻ്റെ ആത്മീയമായ തലത്തിൽ വാൽമീകി പറയുന്ന തലത്തിൽ എടുത്തു നോക്കിയാൽ ശ്രീരാമൻ എന്നുള്ളത് ബ്രഹ്മബോധമാണ്, പരമമായ നമ്മുടെ സൂപ്പർ കോൺഷ്യസ് ആണ്, ശുദ്ധബോധം, പ്യുവർ കോൺഷ്യസിനെയാണ് ശ്രീരാമൻ എന്ന് വിളിക്കുന്നതെങ്കിൽ സീത മനസ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ രാവണനും പുത്രന്മാരും നമ്മളിപ്പോൾ പരിചയിക്കാൻ പോകുന്ന ഇപ്പോൾ ഈ കാണ്ഡത്തിൽ നമ്മൾ രാവണൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ നമ്മുടെ ഉള്ളിലുള്ള മാനസിക വൃത്തികൾ, മാനസികമായ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അത് മനസ്സിൻ്റെ പ്രവണത. ഈ മനസ്സിൻ്റെ പ്രവണത പൂർവജന്മാർജിതമായ കർമ്മസഞ്ചയങ്ങൾ കാരണവും നമ്മുടെ ഉള്ളിൽ വാസനകളായിട്ട് കുടിയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളെ രാമായണത്തിൽ വാൽമീകി നമ്മളോട് ഈ കഥാപാത്രത്തിലൂടെ സംവദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ത്രിശിരൻ സങ്കീർണമായ ഒരു മാനസിക വികലതയുടെ വ്യക്തിത്വമായിട്ടാണ് നമ്മളെ രാമായണത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു പക്ഷേ ബഹുമുഖവും സ്ഥിരവും കീഴടക്കാൻ പ്രയാസകരമായ ത്രിതത്വമാണ് ത്രിശിരസിൻ്റെ. കാരണം നമുക്കറിയാം അല്ലേ, കാരണം ഈ ത്രിവിധ അജ്ഞതകൾ നമുക്ക് മനസ്സുകൊണ്ട് കീഴടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അഹംഭാവം അല്ലെ, അസ്മിതം, അതുപോലെ തന്നെ അജ്ഞത, ഇതൊക്കെ നമുക്ക് അതിജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ രാഗദ്വേഷം, ആസക്തിയും നമ്മുടെ ഉള്ളിലുള്ള ഈ വെറുപ്പ് എന്നുള്ള ആ പ്രവണതയും പ്രേരണയും വാസനയൊക്കെ നമുക്ക് അതിജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്ന ഒരാളല്ല ത്രിശിരസ്. അതുപോലെ തന്നെ ത്രിഗുണങ്ങളുടെ ഇംബാലൻസ്, ത്രിതത്വങ്ങളുടെ ഇംബാലൻസ് ഒക്കെ നമ്മളിൽ സൃഷ്ടിക്കുന്നത് വല്ലാത്ത ഒരു മാനസിക തലമാണ്. അപ്പോൾ ത്രിശിരസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ ജീവാത്മാവിൻ്റെ ഘട്ടം. ഞാനതാണ് പറഞ്ഞത്, ആരണ്യകാണ്ഡത്തിൽ ശ്രീരാമൻ്റെ പരിവർത്തന സമയമാണ് ആരണ്യകാണ്ഡം. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള പരമബോധത്തിൻ്റെ പരിണാമമാണ് യഥാർത്ഥത്തിൽ ആരണ്യകാണ്ഡത്തിലൂടെ നമ്മളോട് ആ പരിണാമത്തിൽ അയാൾക്ക് എതിരെ വരുന്ന പ്രതിബന്ധങ്ങളായ അസുരന്മാരൊക്കെ തത്വം ഇതാണ്. ഇനി ശ്രീരാമനാൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. അതെന്താണ് യഥാർത്ഥത്തിൽ? ഈ പറയുന്ന ആവരണങ്ങളായ അജ്ഞതയ്ക്ക് മുകളിലുള്ള ആത്മീയ വ്യക്തതയുടെ വിജയമാണ്. അതായത് നമ്മുടെ ആത്മാവിനെ ഗ്രസിച്ചിരിക്കുന്ന മായയുടെ ആവരണങ്ങൾക്കുമേൽ ആത്മാവ് നേടുന്ന വിജയമാണ് യഥാർത്ഥത്തിൽ ത്രിശിരസിൻ്റെ മേലുള്ള ശ്രീരാമൻ്റെ വിജയം. അഹംഭാവം എന്ന ബഹുതത്വത്തിൻ്റെ ലയനമാണ് അവിടെ. അഹംഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം വരുമ്പോൾ തന്നെ ഞാൻ പ്രകൃതിയിൽ നിന്ന് അകന്നു, ബഹുത്വമായി. അദ്വൈതമില്ലാതെ ദ്വൈതതയാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന ബോധം അധികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. ഞാൻ എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് സകലതും വേറെയാണ് എന്നുള്ള ധാരണയിലേക്ക് ഞാൻ എന്നെ വളർത്തിക്കൊണ്ടുവരും. അവിടെ എന്താണ്? യഥാർത്ഥത്തിൽ പ്രപഞ്ചം മുഴുവനും അദ്വൈതമാണ്, എല്ലാത്തിലും ഈശ്വരനാണ്, എല്ലാം ഒരേ തത്വമാണ് എന്നുള്ള അദ്വൈത സിദ്ധാന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്വൈത തത്വത്തിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കും അല്ലെങ്കിൽ വേറിട്ട് ചിന്തിക്കും. കാരണം എന്താ? കാര്യം ഇതാണ്, ഈ പറയുന്ന അഹംഭാവം നമ്മളിൽ ബഹുത്വം, ആ ബഹുത്വത്തിൻ്റെ ലയനമാണ് ശ്രീരാമൻ്റെ ജയം. അവിടെ മനസ്സ് പല ദിശകളിലേക്കും സ്വയം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെങ്കിൽ ഒടുവിൽ ശ്രീരാമൻ അത് ദിവ്യമായ ബോധത്തിൻ്റെ ഏകീകൃത ശക്തിക്ക് മുമ്പിൽ കീഴടക്കുകയാണ്. അതായത് ബ്രഹ്മസത്യത്തിന് മുമ്പിൽ അതിനെ കൊണ്ടുവന്ന് കെട്ടുകയാണ്, ഈ മനസ്സിൻ്റെ ബഹുത്വത്തെ. ഇത് ആന്തരികമായ യുദ്ധത്തിൻ്റെ ഉപമയാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. നമ്മുടെ ആന്തരികമായ നമ്മുടെ വാൽമീകി രാമായണത്തിൽ ഈ പറയുന്ന യുദ്ധങ്ങൾ തികച്ചും ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ്. ത്രിശിരസ് എന്ന അസുരനും ആ ത്രിശിരസിനോടുള്ള ശ്രീരാമൻ്റെ യുദ്ധവും യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗം തന്നെയാണ്. അമിതമായി ചിന്തിക്കുകയും അമിതമായി വിശകലനം ചെയ്യുകയും അമിതമായി സങ്കീർണമാകുകയും ചെയ്യുന്നതൊക്കെ ഈ മൂന്ന് തലകൾ വ്യത്യസ്ത ദിശകളിലേക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ശ്രീരാമൻ്റെ അസ്ത്രം അവബോധത്തിൻ്റെ കേന്ദ്രീകൃതമായ ഇച്ഛാശക്തിയാണ്. ശ്രീരാമൻ പ്രയോഗിക്കുന്ന ഓരോ അസ്ത്രവും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഉയർന്ന ബോധതലത്തിൻ്റെ, ശുദ്ധബോധത്തിൻ്റെ, സൂപ്പർ കോൺഷ്യസ് അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള എനർജിയാണ്, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇച്ഛാശക്തിയാണ്, ഫോക്കസ്ഡ് ആയിട്ടുള്ള വിൽ പവറാണ്. അതാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ യുദ്ധം ചെയ്യുമ്പോൾ ഓരോ അസ്ത്രം എയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആത്മചൈതന്യത്തിൻ്റെ, ആ അവബോധ ചൈതന്യത്തിൻ്റെ, ആത്മീയ അവബോധത്തിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയ ഫോക്കസ്ഡ് ആയ വിൽ പവറാണ് യഥാർത്ഥത്തിൽ അസ്ത്രങ്ങൾ. അങ്ങനെ ഇത് നമ്മുടെ മനസ്സ് ഈ പറയുന്ന ആത്മചൈതന്യത്തിന് മുമ്പിൽ സൃഷ്ടിക്കുന്ന ആ മായാവലയം, ആശയക്കുഴപ്പങ്ങളുടെ ഒരു വനത്തിനെ തുളച്ചു കയറുകയും ആ ബഹുത്വത്തെ ഒക്കെ ഇല്ലാതാക്കി ഏകത്വത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുകയും ആ ഐക്യം മനസ്സിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഓരോ യുദ്ധവും അതിൻ്റെ വിജയവും. അപ്പോൾ ഇതാണ് നമുക്ക് ത്രിശിരസിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുക.
ഇനി അടുത്ത നമ്മൾ ആരണ്യകാണ്ഡത്തിൽ തന്നെ പരിചയപ്പെടുന്ന ഈ പറയുന്ന രാമായണത്തിൻ്റെ യഥാർത്ഥ വഴിത്തിരിവായി കാണുന്ന കഥാപാത്രം മാരീചനാണ്. വാൽമീകി രാമായണത്തിലെ മാരീചൻ എന്ന പേര് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വളരെ എല്ലാ കഥാപാത്രങ്ങളെയും പോലെ വാൽമീകി മഹർഷി നമ്മളോട് ഒരുപാട് തത്വങ്ങൾ തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ആസുരികതയുടെയും അതുപോലെ മായാപ്രഭാവത്തിൻ്റെ ഒക്കെ തത്വം അതിൽ വളരെ സൂക്ഷ്മപരമായും അതുപോലെ ഭാഷാപരവുമായ പ്രാധാന്യമൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. സ്വർണ്ണമാനായി രൂപാന്തരപ്പെടുന്ന ഒരു രാക്ഷസൻ എന്നതിനപ്പുറം മാരീചൻ യഥാർത്ഥത്തിൽ മായ അല്ലെങ്കിൽ പ്രലോഭനം, ആഗ്രഹത്തിൻ്റെ വഞ്ചനാപരമായ സ്വഭാവം എന്നിവയുടെ ആഴത്തിലുള്ള ഒരു പ്രതീകമാണ്, ഒരു ഉപമയാണ് മാരീചൻ എന്ന നാമം അല്ലെങ്കിൽ കഥാപാത്രം ഉൾക്കൊള്ളുന്നത്. രാമായണത്തിലെ നിഗൂഢമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ ഈ പറയുന്ന ഉപമകൾ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ, രൂപകങ്ങളുടെയൊക്കെ പ്രാധാന്യം സീതയെ അപഹരിക്കുന്ന സമയത്ത് രാമനെ വശീകരിക്കാൻ ഒരു സുവർണമാനായി രൂപാന്തരപ്പെടുന്നതിൽ മാരീചൻ്റെ ഒരു പ്രധാന പങ്ക് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രവൃത്തി വെറും ഒരു തന്ത്രം, രാവണൻ്റെ തന്ത്രം മാത്രമല്ല, ഇത് ആഴത്തിൽ ഒരു പ്രതീകമാണ് നമ്മളോട്, അല്ലെങ്കിൽ ഒരു ഉപമ, ഒരു ആശയമാണ് നമ്മളുടെ മുമ്പിലേക്ക് ഇത് വയ്ക്കുന്നത്. എന്താണ്? ഒന്നാമത് മായ എന്ന ആ പ്രതിഭാസത്തിൻ്റെ അവതാരമാണ് അവിടെ ഉണ്ടാവുന്നത്. രണ്ടാമത് ഒരു ശ്രദ്ധാശൈഥില്യമായ ഒരു പ്രതിഭാസമായി നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ആഗ്രഹങ്ങൾ, നമ്മുടെ ശ്രദ്ധയെ ശൈഥില്യമാക്കുന്ന, അൺകോൺസെൻട്രേറ്റഡ് ആക്കുന്ന, ഡിസ്പേഴ്സ് ആക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ആഗ്രഹം, ഡിസയേഴ്സ്. പിന്നെ എന്താണ്? ഭയവും വിധിയും. ഇങ്ങനെ 3 തരം ഡയമെൻഷനിൽ നമുക്കതിനെ നോക്കിക്കാണാം. ഒന്നാമത്തെ ഡയമെൻഷൻ എടുത്ത് നോക്കിയാൽ മായയുടെ അവതാരം. അതെന്താ? സുവർണമാനായി മാറുന്ന മാരീചൻ്റെ രൂപാന്തരം യഥാർത്ഥത്തിൽ ആ മായ എന്ന പ്രതിഭാസത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ലോകത്തിലെ മായയുടെ സൗന്ദര്യം അത് സാധകരായ എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള ആ അന്വേഷകനെ, ശ്രീരാമനെ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുവർണമാനിനെ മാരീചനായി കാണിക്കുന്നത്. മാൻ വളരെ എന്താ പറയുക, വളരെ ആകർഷകതയോടുകൂടി മിന്നിത്തിളങ്ങുന്നതും അപൂർവവും ദിവ്യവുമായി അത് കാണുന്ന ആളുകൾക്ക് ആ കാഴ്ചയെക്കുറിച്ച് തോന്നുന്നതും, അപ്രതിരോധ്യമായി ആ മാനിനെ അല്ലെ മനസ്സിൻ്റെ ആ മായാമോഹങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്ന, അതിന് തടയിടാൻ പോലും നമുക്ക് ആ അട്രാക്ഷന് തടയിടാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അത് ആത്യന്തികമായ കെണികളായ ലൗകികമായ ഈ ലോകത്തിലെ ആഗ്രഹങ്ങളുമായി, ആസക്തികളുമായി നമ്മൾ താരതമ്യം ചെയ്യണം. മാരീചൻ്റെ മാനായി വരുന്ന ആ ഭാഗം യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്നത് നിങ്ങളിലും എന്നിലും ഇന്ദ്രിയ ജന്യങ്ങളായ ഒരുപാട് പ്രതിഭാസങ്ങൾ മായയുടെ പ്രഭാവം കൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് തോന്നുന്നത് അത് ജീവിതത്തിൽ വളരെ അപൂർവമായി എന്ന് തോന്നിയിട്ടാണ്, വളരെ ദിവ്യമാണ് എന്ന് തോന്നും. അതിലേക്കുള്ള നമ്മുടെ ആ പിടിച്ചു കൊണ്ടുപോകലിനെ അപ്രതിരോധ്യമായി തോന്നും. അതായത് നമ്മൾക്കതിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ നമ്മൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, ഏതൊരു മനുഷ്യനും അവൻ്റെ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്ന സമയത്തുള്ള ശരീരത്തിൻ്റെ ഗ്രന്ഥികളുടെ പൂർണ്ണമായ ഉത്തേജനം, ആ സമയത്താണ് നമ്മളിലെ ഹോർമോൺ ആക്ടിവിറ്റീസൊക്കെ വളരെ കൂടുതലാവുക. ആ സമയം മനസ്സിൻ്റെ ചപലതകളും വളരെയേറെ കൂടുന്ന സമയമാണ്. നമുക്ക് ഇൻഫാക്ച്വേഷൻസ് വരുന്ന സമയം. ഇൻഫാക്ച്വേഷൻസ് വരുമ്പോൾ പുരുഷഗണത്തിൽ പെട്ട ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ മനസ്സിൻ്റെ ആ സ്വഭാവ, ആ പ്രഭാവത്തിൽ, ആ പ്രായത്തിൽ അവർക്ക് അടുത്ത വർഗവുമായിട്ട് അല്ലെ ഇണയുടെ വർഗവുമായിട്ട് വളരെയേറെ ഇൻഫാക്ച്വേഷൻസൊക്കെ ജനറേറ്റ് ചെയ്യും. ഒരുപാട് ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ആസക്തികൾ, കാമവാസനകളൊക്കെ ഉടലെടുക്കുന്ന പ്രായമാണ്. ആ സമയം നമ്മൾ വിചാരിക്കുക, നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പ്രണയം പോലുള്ള വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ തളിർത്ത് പൂക്കുന്ന സമയം. ആ സമയം നമ്മൾക്ക് ആ വികാരം വളരെ അപൂർവമായും, നമ്മൾക്ക് ആ പ്രണയമോ അല്ലെങ്കിൽ സ്നേഹമോ ഇഷ്ടമോ തോന്നുന്ന ആ വ്യക്തി ലോകത്തിൽ തന്നെ അപൂർവമായിട്ട് നമ്മൾക്ക് കാണും.
വളരെ അപൂർവമാണ്. ഇനി എനിക്ക് ലോകത്തിൽ ഇതുപോലൊരു വ്യക്തിയെ കിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടാണ് പലരും ആ ഇൻഫാക്ച്വേഷൻസിന് തുടക്കം കുറിക്കുന്നത്. വളരെ ദിവ്യമായി തോന്നും, എനിക്ക് വേണ്ടി ഈ ലോകത്ത് പിറവിയെടുത്തതെന്നൊക്കെ തോന്നും. നമ്മൾ അങ്ങനെയൊക്കെ പറയുകയും ചെയ്യും. അവരിലേക്കുള്ള നമ്മുടെ മനസ്സിൻ്റെ ആ അട്രാക്ഷൻ, നമ്മുടെ മനസ്സ് സദാ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഊണിലും ഉറക്കത്തിലൊക്കെ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ആ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകുന്നതാണ്, ആ പ്രഭാവമാണ് മായയുടെ. ആ സമയത്തൊക്കെ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. ഇപ്പുറത്ത് നമ്മുടെ കടമ, വിദ്യാർത്ഥി എന്നിരിക്കെ ഈ പറയുന്ന പോലെ എക്സാംസ് പാസ്സാവാനുണ്ട്, നല്ലൊരു ജോലി, അതൊക്കെ കടമകളായി ഇപ്പുറത്ത് നിൽക്കുന്ന സമയത്തും നമ്മൾ ഈ മായാമോഹ വലയത്തിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ട്രാപ്പാണ്. കാരണം എന്താണ്? അത് പ്രണയം ട്രാപ്പാണെന്നല്ല പറയുന്നത്, ട്രാപ്പാണെന്ന് പറയാൻ നമ്മുടെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളെ മറച്ചു പിടിക്കുകയാണ് ഇത്തരം ആഗ്രഹങ്ങൾ ചെയ്യുക. പക്ഷെ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് ഇതിനെ രണ്ടിനെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്തിട്ട് ജീവിത വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ വളരെ അധികം ഇച്ഛാശക്തിയൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് സാധിക്കൂ. അത് വളരെ ഗിഫ്റ്റഡായ ആൾക്കാർക്ക് മാത്രമേ സാധിക്കൂ. ശരാശരി മനുഷ്യൻ്റെ കഥയാണല്ലോ നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന അവസ്ഥയിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഈ ലൗകിക ആഗ്രഹങ്ങളെ പോലെ നമ്മളെ കുടുക്കിക്കളയും. ഇതാണ് യഥാർത്ഥത്തിൽ മാരീചനും ചെയ്യുന്നത്. ഒരു സ്വർണ്ണമാനായി മാറി ജീവചൈതന്യം അല്ലെങ്കിൽ മനസ്സാകുന്ന സീതയെ അട്രാക്ട് ചെയ്യുകയാണ്. ആ മനസ്സിനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ആ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ മനസ്സെന്ത് ചെയ്തു? യഥാർത്ഥത്തിലെ അവബോധത്തിനോട്, കോൺഷ്യസിനോട് അതിനെ സ്വന്തമാക്കി തരാൻ വേണ്ടി പറയുകയാണ് ശ്രീരാമനോട്. അങ്ങനെ ശ്രീരാമൻ അതിൻ്റെ അട്രാക്ഷന് പിന്നാലെ ഈ പറയുന്ന പോലെ മാറി മാറി പോവുകയാണ് അപ്രതിരോധ്യമായിട്ട്. അപ്പോൾ മാരീചൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ ഒരു സാധകനെ, സാധക ഹൃദയം അല്ലെങ്കിൽ ഒരു ആത്മാവിനെ, ശ്രീരാമനെ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുക. അതാണ് മാരീചൻ ചെയ്യുക, മായ തന്നെ. ഇനി മാരീചൻ്റെ രണ്ടാമത് പ്രഭാവം നോക്കുന്ന സമയത്ത് അതെന്താണ്? ശ്രദ്ധാശൈഥില്യമായി ആഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് മാരീചനെ കൊണ്ടുള്ള, അല്ലെങ്കിൽ മാരീചന് പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ മാരീചൻ്റെ കഥാപാത്രത്തെ കാണുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട തത്വം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. ഇവിടെ സീതയ്ക്ക് മാനിനോടുള്ള ആഗ്രഹം മനസ്സിൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള ആഗ്രഹത്തെയാണ് പ്രതിഫലിക്കുന്നത്. അപ്പം സീതയുടെ ശ്രദ്ധയെ ആ കോൺസെൻട്രേഷനെ, സീത ശ്രീരാമൻ്റെ കൂടെ അയോധ്യാവാസത്തിന് വന്നതാണെന്നും ഈ പറയുന്ന പോലെ ആ സമയത്ത് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട ആളാണെന്നും തൻ്റെതായ ഒരു ഇഷ്ടം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രധാന ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു, അല്ലെങ്കിൽ പ്രധാന കടമയിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്നുള്ള ആ യഥാർത്ഥ ബോധത്തെ, ആ മനസ്സിൻ്റെ ശക്തിയെ ആഗ്രഹം ജനിപ്പിച്ചിട്ട്, എങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ടുള്ള ആഗ്രഹം ജനിപ്പിച്ചിട്ടാണ് അതിനെ തകർക്കുന്നത്, ശിഥിലമാക്കുന്നത്, ശൈഥില്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ മാരീചൻ എന്ന പ്രതിഭാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇന്ദ്രിയങ്ങളുടെ സുഖം കൊതിക്കുന്ന മനസ്സ്, ആ മനസ്സിൽ ആഗ്രഹം കൊണ്ടാണ്. ആ മനസ്സിനൊരു വലിയ ശക്തിയുണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു, യശശരീരനായ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡന്റും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, മനസ്സിൻ്റെ ശാസ്ത്രഭാഷയിൽ തന്നെ അദ്ദേഹം അതിനെ നിർവചിച്ചിട്ടുണ്ട്. കാരണം ആയിരക്കണക്കിന് ഹൈഡ്രജൻ ബോംബ് ഒരു തവണ ഒരുമിച്ച് ചേർത്ത് സ്ഫോടനം നടത്തിയാൽ ഉണ്ടാകുന്ന അത്രയും എനർജി റിലീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അസ്തിത്വമാണ് നമ്മുടെ മനസ്സ്. അപ്പം അത്രയും ശക്തിയുള്ള മനസ്സിനെ എന്ത് ചെയ്യും? ഡൈവേർട്ട് ചെയ്യാണ്, ശിഥിലമാക്കുകയാണ്. എങ്ങനെ? ആ മനസ്സിൽ ആഗ്രഹം ജനിപ്പിക്കും. എങ്ങനത്തെ ആഗ്രഹം? ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം മനസ്സിൽ ജനിപ്പിച്ചിട്ട് മനസ്സിൻ്റെ ആ ശക്തിയിൽ നിന്ന് അതിനെ മോഹിപ്പിക്കും, ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ ശ്രീരാമൻ ഇതേ മാനിനെ പിന്തുടരുന്നത് ഈ പറയുന്ന ശുദ്ധബോധം മായയെ പിന്തുടരുന്നതിനെ പ്രതീകവൽക്കരിക്കുന്നു. കാരണം ശ്രീരാമൻ എന്നുള്ളത് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലുള്ള ജീവാത്മാവാണെങ്കിൽ, അല്ലെങ്കിൽ ശുദ്ധബോധമാണെങ്കിൽ, അത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ പരമാത്മബോധമായ ബ്രഹ്മബോധത്തിൻ്റെ അംശബോധമാണ് അത്. അപ്പോൾ ആ ബ്രഹ്മബോധം തന്നെയാണ് ഞാൻ. അപ്പോൾ ആ ബോധത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? ഈ അട്രാക്ഷൻസ്, കാരണം ഈ പ്രകൃതി എന്നുള്ളത് മായയാണ്, പ്രകൃതിയെ അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് പിന്നാലെ പോകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മായയുടെ സുഖത്തിന് പിന്നാലെ പോകുന്നതാണ്. ആ സമയത്ത് എനിക്ക് യഥാർത്ഥമായ എൻ്റെ സ്വഭാവം എന്താണ്? ഞാൻ ഈശ്വരനാണ്, ഈശ്വരീയ ഗുണം ഉള്ള ഒരു ആത്മാവ് കുടികൊള്ളുന്ന ശരീരം ആണ് ഞാൻ എന്ന അസ്തിത്വം എന്നൊക്കെ ഞാൻ മറന്നുപോകും. അപ്പം ശ്രീരാമൻ ഈ മാനിനെ പിന്തുടരുന്നത് ശുദ്ധബോധം അതിൻ്റെ യഥാർത്ഥ അസ്തിത്വം മറന്നിട്ട് മായയെ പിന്തുടരുന്നതിനെ പ്രതീകവൽക്കരിക്കുന്നു. ഇതിന് ശ്രീരാമനെ പ്രേരിപ്പിക്കുന്ന ആളാരാണ്? മനസ്സാണ്, സീതയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചൈതന്യമാണ്.
കാരണം ചൈതന്യം എങ്ങനെയാണത് സീത, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത്രയും എപ്പിസോഡിൽ ഞാൻ കുണ്ടലിനിയാണ് ജീവചൈതന്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെങ്ങനെയാണ് പെട്ടെന്ന് മനസ്സായി മാറിയത് എന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയം തോന്നുന്നുണ്ടാവും. കാരണം മനസ്സ് യഥാർത്ഥത്തിൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ നമ്മുടെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഈ പ്രകൃതിയിലുള്ള അനുഭവങ്ങളാണ് മനസ്സായി മാറുന്നത്. ഇന്ദ്രിയങ്ങൾ ചലിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ ശക്തി വേണം. ഇന്ദ്രിയ ശക്തി, നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്ക് ആരാണ് ശക്തി പകരുന്നത്? അത് പ്രാണനാണ്. യഥാർത്ഥത്തിൽ പ്രാണൻ എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്? അത് ഈ പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതി ആരാണ്? അത് ഈശ്വരിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സീത തന്നെയാണ് ആത്യന്തികമായ മനസ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ പറയുന്ന മായയെ പിന്തുടരുന്നത് ഈ ബോധം, ശുദ്ധബോധമായ ശ്രീരാമനെ മനസ്സ് പ്രേരിപ്പിക്കുന്നതാണ്, സീത പ്രേരിപ്പിക്കുന്നതാണ്. അത് അഹങ്കാരത്തിന് ഇരയാക്കുന്നു. രാവണൻ എന്ന പ്രക്രിയ നമ്മളിൽ ജനിപ്പിക്കുന്നു. അപ്പോൾ ആന്തരിക സ്വത്വത്തെ അഹങ്കാരത്തിന് ഇരയാക്കുന്നു. അതായത് ആന്തരിക സ്വത്വമായ സീതയെ, അല്ലെ, അകത്ത് നമ്മുടെ അന്ധകരണമായ മനോബുദ്ധി അഹങ്കാരം, അതാണ് അന്ധകരണം, അതാണ് സീത, ശരീരത്തിലുള്ള അന്ധകരണം. അതിൻ്റെ അപ്പുറത്ത് വസിക്കുന്ന ആളാണ് ശുദ്ധബോധം. ശുദ്ധബോധമാകുന്ന ശ്രീരാമൻ, മനോബുദ്ധി അഹങ്കാരമാകുന്ന സീത, അല്ലെ ആന്തരിക സ്വത്വം. അതിൽ ബുദ്ധി നമ്മൾ ഈ ലക്ഷ്മണനാണെന്ന് പറയുന്നു. അപ്പോൾ ആ ആന്തരിക സ്വത്വം അഹങ്കാരത്തിന് ഇരയായി പോകുന്നു. അതായത് അഹങ്കാരം എന്ന രാവണൻ എന്ന വാസനയ്ക്ക് ഇരയായി പോകുന്നു. ഇവിടെ പിന്നെ മാരീചനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഭയവും വിധിയുമാണ്. അതായത് മാരീചൻ വൈമനസ്യമുള്ളവനാണെങ്കിലും രാവണൻ അവനെ നിർബന്ധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാരീചന് ശ്രീരാമനെ സ്വാധീനിക്കാനോ ശ്രീരാമനെ നാശം വരുത്തുവാനോ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. അതാണ് വൈമനസ്യമുള്ളവൻ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ രാവണൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഭയവും കർമ്മപരമായ നിർബന്ധവും ജീവികൾക്ക് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോലും മിഥ്യ നിലനിർത്താൻ കാരണമാകും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളും ഞാനുമാകുന്ന സാധാരണ മനുഷ്യാത്മാക്കൾ നമ്മുടെ ഉള്ളിൽ ഭയവും കർമ്മപരമായ, അതാണ് വിധി എന്ന് പറയാൻ കാരണം, കർമ്മപരമായ നിർബന്ധങ്ങൾ. അത് ആരാണ്? കർമ്മപരമായ നിർബന്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരമാണ്. രാവണനാണ് നമ്മൾ നിർബന്ധിക്കുന്നത്. അഹംബോധം നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ ഉണരുന്ന സമയം നിങ്ങൾക്കും എനിക്കും എന്തുണ്ടാവും? നമ്മുടെ ഇഷ്ടത്തിന്, യഥാർത്ഥ ഇഷ്ടം, നമ്മുടെ ബോധത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ മായയുടെ ആ മിഥ്യ നമ്മൾ അനുഭവിക്കാനും അത് നമ്മൾ നിലനിർത്താനും കാരണമാകും. കാരണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അട്രാക്റ്റഡ് ആയി പോകും. ഇപ്പം മാരീചൻ്റെ ആ അവസ്ഥ, മാരീചന് ഇഷ്ടമില്ലാതിരുന്നിട്ടും, മാരീചന് ശ്രീരാമൻ ആരാണെന്ന് അറിയാം, അല്ലേ? കാരണം എന്താ? അവിടെ ദണ്ഡകവനത്തിൽ പ്രവേശിച്ച സമയത്ത് തന്നെ സുബാഹുവിൻ്റെ എന്താ പറയുക, പതനം നടന്ന സമയത്ത്, അല്ലെങ്കിൽ ശ്രീരാമൻ ആരാണെന്ന് മനസ്സിലാക്കിയതാണ് മാരീചൻ. അപ്പോൾ ആ സമയത്ത് തന്നെ ശ്രീരാമനെ കുറിച്ചുള്ള ധാരണ മാരീചൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ശുദ്ധബോധത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയുന്ന ആ മാരീചൻ, മനസ്സിൻ്റെ ആ മായാപ്രഭാവം എന്ത് ചെയ്തു? തൻ്റെ കടമ ഇതല്ല എന്ന് മനസ്സിലാക്കി. കാരണം അത് ബോധചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി ഈ പറയുന്ന ക്രിയക്ക് വൈമനസ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും അവിടെ രാവണൻ നിർബന്ധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഭയം. രാവണൻ തന്നെ ഇല്ലാതാക്കുമോ എന്ന ഭയം. മനസ്സിൻ്റെ ഈ ചപലതയെ, അഹംഭാവം ഇല്ലാതാക്കുമോ? അത് മാത്രമല്ല കർമ്മപരമായ നിർബന്ധവും. കാരണം രാവണൻ ആ വാസനകൾ, നമ്മുടെ ഉള്ളിലുള്ള ആ അഹംഭാവം നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കും. അതാണ് കർമ്മപരമായ നിർബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നതാണ് മാരീചന് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അഹംഭാവം വന്നാൽ നമ്മൾ കർമ്മപരമായ പലതും നമ്മൾ ചെയ്തു പോകും. അത് നിങ്ങളും എന്നെയും പോലെ ജീവാത്മാക്കൾക്ക് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം അല്ലെങ്കിൽ വിരുദ്ധമായി നമ്മൾ പലതും ചെയ്തു കൂട്ടും. അതാണ് ചില ആളുകളെ നമ്മൾ പറഞ്ഞില്ല, അയാൾ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം സ്വതസിദ്ധമായി അങ്ങനെ ഒരു വാസനയില്ലാത്ത ആളാണ്. പക്ഷെ എന്ത് ചെയ്യാം? ജീവിതത്തിൽ എപ്പോഴോ അയാൾ കൊലപാതകിയായി, അല്ലെങ്കിൽ വഞ്ചകനായി, അല്ലെങ്കിൽ ചതിയനായി. കാരണം എന്തായിരിക്കും? ഈ പറയുന്ന രാമായണ കഥയിലെ ഈ സന്ദർഭം അയാളുടെ ആന്തരികമായ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അയാളിലെ രാവണൻ അയാളെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് അയാൾ ആ അവസ്ഥയിലേക്ക് അയാളുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയാണ് ഈ ഇതിഹാസമൊക്കെ പഠിക്കുമ്പോൾ വേറെ ഒരു ഗുണമുണ്ട്. നമുക്ക് മനസ്സിലാക്കാമെന്ന് മാത്രമല്ല, വേറൊരാളെ നമ്മൾക്ക് ക്ഷമിക്കാനും അയാളെ ചേർത്ത് പിടിക്കാനും സാധിക്കും.
കാരണം ഈ തത്വങ്ങൾ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ പ്രവൃത്തി ചെയ്യുന്നു എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ജീവിതം മാത്രമല്ല, അത് മറ്റുള്ളവരിലും എന്തൊക്കെ ആണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെയൊക്കെ കാരണം നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ മാരീചൻ എന്ന വാക്കിൻ്റെ പദോൽപത്തി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് യഥാർത്ഥത്തിൽ നിഘണ്ടുവിലൊക്കെ നോക്കിയാൽ കുരുമുളക് അതുപോലെയുള്ള ഈ രൂക്ഷ സ്വഭാവമുള്ള സുഗന്ധ വ്യഞ്ജനം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് മാരീചൻ. അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യുന്ന, കത്തിക്കുന്ന, ആളി കത്തിക്കുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? പ്രലോഭനവുമായിട്ട് മെറ്റഫോറിക്കലി റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് മാരീചൻ എന്നുള്ളത്? യഥാർത്ഥത്തിൽ വളരെ ഉത്തേജിപ്പിക്കുന്ന, അല്ലേ, വളരെ ഒരു സ്റ്റിമുലൻ്റ് ആയ ഒരു എനർജിയാണ്, വളരെ ആളി കത്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രലോഭനവുമായിട്ട്, അല്ലെങ്കിൽ ഈ പ്രലോഭനം എന്ന തത്വമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് വെച്ചത് കാണാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൻ്റെ ശക്തിയെ ശിഥിലമാക്കാൻ വേണ്ടി ആഗ്രഹത്തെ ജ്വലിപ്പിക്കുക, ഇഗ്നൈറ്റ് ചെയ്യുക. ഓക്കെ, ആഗ്രഹത്തെ ജ്വലിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക, എന്നിട്ട് നമ്മളെ കഷ്ടപ്പാടിലേക്ക് നയിക്കുക. അങ്ങനെ ചെയ്യുന്ന മസാലയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ കണ്ടിട്ടില്ലേ? അത് എന്താണ് ശരിക്കും? സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്തിനാണ് നമ്മളൊരു കറിയിൽ ഉപയോഗിക്കുന്നത്? യഥാർത്ഥത്തിൽ ആ കറിയുടെ സ്വാഭാവികമായ എന്താ പറയുക, അതിൻ്റെ സ്വാഭാവികമായ രുചിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചിയിലേക്ക് നമ്മളെ ഉത്തേജിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രസമുകുളങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ശരിക്കും സുഗന്ധ വ്യഞ്ജനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ശരിക്കും ഓരോ പദം എത്രത്തോളം ആഴത്തിൽ ഗവേഷണം ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കൂ. ഇനി അടുത്തത് ഈ പറയുന്ന പോലെ കൗതുകകരമായ വസ്തുതകളും ഉണ്ട്. എന്താണ് ഇത്? ശരിക്കും പ്രാകൃത സംസ്കൃതത്തിൽ, അല്ലെങ്കിൽ ക്ലാസിക്കൽ സാൻസ്ക്രിത് ലാംഗ്വേജിൽ മാരീചൻ എന്നുള്ളത് നപുംസക നാമമായിട്ടാണ്. സ്ത്രീലിംഗമല്ല, പുല്ലിംഗമല്ല, നപുംസക നാമമായിട്ടാണ്. പലപ്പോഴും ഇത് ഈ പറയുന്ന പോലെ രൂക്ഷ പദാർത്ഥങ്ങളെയാണ്, നമ്മൾ ബ്ലാക്ക് പെപ്പർ എന്നൊക്കെ പറയുന്ന പോലെ രൂക്ഷമായ പദാർത്ഥങ്ങളെയാണ് സൂചിപ്പിക്കുക. മൃജ് എന്ന ധാതു, അതിൽ നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മിനുസപ്പെടുത്തുക, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഇവിടെ മിനുസപ്പെടുത്തലും ശുദ്ധീകരിക്കലും എങ്ങനെയാണ്? തെറ്റായ രീതിയിലാണ്. കാരണം അത് ഈ പറയുന്നല്ലോ, ഒരു കവർ ഇട്ടിട്ട് യഥാർത്ഥ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നിന്ന് മനസ്സിനെ വേറൊരു തലത്തിലേക്ക്, തെറ്റായ ഒരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെയാണ് ഈ ശുദ്ധമായി കാണപ്പെടുന്ന സ്വർണ്ണമാൻ എന്ന് നമ്മൾ പറയില്ലേ? എന്നാൽ സ്വർണം ശുദ്ധമാണ് നമുക്കറിയാം, പക്ഷെ എന്താ, അതിൽ ഒളിഞ്ഞിരിക്കുന്നത് മാരീചനാണ്. അപ്പോൾ വഞ്ചനാപരമായ ഒരു ശുദ്ധീകരണത്തെ പ്രലോഭിപ്പിക്കും. നമ്മളത് കാണുമ്പോൾ പ്യോറിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനോട് അട്രാക്റ്റഡ് ആവും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത ഒരു ആസുരീകത ഒളിപ്പിച്ചു വെക്കും. ഇങ്ങനെയാണ് ആ ധാതു മൃജ്. നോക്കൂ, എന്ത് രസമാണ് ഈ ഓരോ വാക്കും, ഈ ഓരോ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ശരിക്കും രാമായണത്തിൻ്റെ ആസ്വാദനം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്, എത്രയോ മടങ്ങ് ഉയരുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും നമുക്ക് രാമായണത്തെ ഈ ഒരു തലത്തിൽ ഉപാസിക്കാൻ സാധിക്കണം. എല്ലാ കർക്കിടക മാസത്തിലും നമ്മൾ രാമായണമൊക്കെ പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്വാദ്യകരമായ തലങ്ങൾ ഒരുപാട് നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. ഇനി ഇത് പ്രതീകാത്മകമായ, അല്ലെങ്കിൽ ഭാഷാപരമായ ഇതിൻ്റെ ഉത്ഭവം നോക്കിയാൽ പല ഭാരതീയ അതുപോലെ ആര്യ ഭാഷകളിലൊക്കെ ഈ പേരിന് പിൻഗാമികളെ കാണാം. ഈ പറയുന്ന പോലെ തന്നെ പലപ്പോഴും ഇത് വ്യഞ്ജനങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, മുളക് പോലെയുള്ള ഇതുമായിട്ട് പരാമർശം, ഇന്ദ്രിയമായ ഉത്തേജനം. ഇപ്പം മുളക് ശരിക്കും നമുക്കറിയാം, നാക്കിൽ നമ്മളെ യഥാർത്ഥത്തിൽ എരിവ് കത്തിക്കുകയാണ് ചെയ്യുക, രൂക്ഷതയാണ്. അത് ഈ ഉത്തേജനത്തിൻ്റെ ഇന്ദ്രിയ ഉത്തേജനവുമായും, ഇന്ദ്രിയ ഉത്തേജനം ഉണ്ടായാലും മായാലോകത്തേക്കാണ് നമ്മൾ കൂടുതലും പോവുക എന്നുള്ള ആ ഒരു തത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഭാഷാപരമായി നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി രാമായണത്തിൽ ഈ ഒരു അവസ്ഥ നമ്മൾ സമ്മറൈസ് ചെയ്ത് നോക്കിയാൽ, മാരീചൻ എന്ന കഥാപാത്രം വരുമ്പോൾ വീണ്ടും നമ്മൾ രാമായണത്തിലേക്ക് തിരിച്ചു പോയി ഒന്ന് കഥാപാത്രത്തെ സമ്മറൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ശ്രീരാമൻ എന്നുള്ള ആ പരമബോധം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ശുദ്ധബോധം.
സീതയാകുന്ന മനസ്സ്. മാരീചൻ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ മിഥ്യ. മനസ്സിൻ്റെ യഥാർത്ഥ ശക്തി ഉപയോഗിച്ച് പരമബോധത്തിൽ ആ മനസ്സ് ചേർന്നിരിക്കേണ്ട സ്ഥലത്ത് ആ മനസ്സിനെ മെല്ലെ അതിൽ നിന്ന് അകറ്റുക. പ്രലോഭനം കൊണ്ട്, ആഗ്രഹങ്ങൾ കൊണ്ട്. ആ ആഗ്രഹങ്ങൾ എങ്ങനെ ജ്വലിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക. ഇതാണ് മാരീചൻ. രാവണൻ എന്നുള്ളത് അഹംഭാവമാണ്, നമ്മുടെ ഉള്ളിലുള്ള അഹംഭാവം. അപ്പം മാരീചൻ്റെ സ്വർണമാൻ രൂപം മനസ്സിൻ്റെ വ്യതിചലനമാണ്. മനസ്സ് ഒന്ന് ഇന്ദ്രിയങ്ങളിലൂടെ ഒന്ന് കണ്ട് അതാണ് ശരി, സ്വർണം ശുദ്ധമാണ്, അത് ശുദ്ധമാണെന്ന് വിചാരിക്കുന്നു സീത മനസ്സ്. അങ്ങനെ അതിൻ്റെ വ്യതിചലനം, മനസ്സിൻ്റെ യഥാർത്ഥ ശുദ്ധത കാണാനുള്ള ആ ശക്തി ഇല്ലാതെ അത് വ്യതിചലിച്ച് ഈ പറയുന്ന മിഥ്യയിലുള്ള ശുദ്ധതയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അവബോധത്തെ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അകറ്റുന്നു. കാരണം മനസ്സ് ഫോക്കസ്ഡ് ആണ്, കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അത് സദാ കോൺഷ്യസ്നെസ്സിൻ്റെ കൂടിയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ആ രാമനിൽ നിന്ന് അവളെ അകറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രീരാമൻ അതിനെ പിന്തുടരുന്ന നിമിഷം ഇത് കണ്ട് മനസ്സിൻ്റെ ഈ വ്യതിചലനം കണ്ട് മനസ്സിൻ്റെ വഴിയിലേക്ക് ബോധവും കൂടെ പോകുമ്പോൾ അഹങ്കാരം മനസ്സിനെ ഗ്രഹിക്കുന്നു. രാവണൻ സീതയെ അപഹരിക്കുന്നു. നോക്കൂ, എന്തൊരു തത്വമാണ് നോക്കൂ. രാവണൻ, നമ്മുടെ അഹങ്കാരം എന്ത് ചെയ്യുന്നു? മനസ്സിനെ അങ്ങോട്ട് ഗ്രഹിക്കുന്നു, മനസ്സിനെ അപഹരിക്കുന്നു. ഇതാണ് പാഠം. അപ്പോൾ തിളങ്ങുന്ന മിഥ്യാധാരണകളെ നമ്മൾ ഒരു കാലത്തും പിന്തുടരാൻ പാടില്ല. ഇതാണ് നമുക്ക് മലയാളീകരിച്ചിട്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നില്ലേ, ഒരു പഴഞ്ചൊല്ലില്ലേ? തിളങ്ങുന്ന മിഥ്യാധാരണകളെ പിന്തുടരരുത്. അവ നിങ്ങളുടെ ആന്തരികമായ ഈ യാത്രയെ വഴിതെറ്റിക്കാൻ ഭയവും അഹങ്കാരവും കൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളും ഞാനും ദൈനംദിന ജീവിതത്തിൽ പല സമയത്തും വഴി തെറ്റിപ്പോകുന്നത് ഇത്തരം തെറ്റായ ധാരണകളുടെ, മിഥ്യാധാരണകളുടെ പിന്നാലെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ പല വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ വളരെ തിളങ്ങുന്നതായി നമുക്ക് തോന്നിയാലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അത് താൽക്കാലികമായ ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കാം. അത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തെ തടയുന്നതായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം. അവ എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? ഭയവും അഹങ്കാരവും കൊണ്ട്. അപ്പോൾ ഭയത്താൽ നമ്മൾ ഈ പറയുന്ന ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കാതെ തളരും. അഹങ്കാരം ആ സമയത്ത് മനസ്സിനെ ഗ്രഹിക്കും. അഹങ്കാരം ഗ്രഹിച്ചാൽ തന്നെ നമുക്ക് ഭയം മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥത്തിൽ മാരീചൻ എന്ന തത്വം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ആരണ്യകാണ്ഡത്തിൽ നമ്മളിൽ അവസാനമായി പരിചയപ്പെടുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ കഥാപാത്രം ശബരി എന്ന ആ സ്ത്രീ രത്നത്തെയാണ്, അല്ലെങ്കിൽ ആ സന്യാസിനിയാണ്. വാൽമീകി രാമായണത്തിൽ ശബരി എന്ന പേര് വെറും ഒരു കഥാപാത്രത്തിൻ്റെ പേര് മാത്രമായിട്ട് മറ്റെല്ലാ കഥാപാത്രങ്ങളെ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു അഗാധമായ പ്രതീകമാണ്. ആലങ്കാരികവും അതുപോലെ തന്നെ വളരെയേറെ സൂക്ഷ്മതലങ്ങളുമുള്ള ഭാഷാപരവുമായ പ്രാധാന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പദം അല്ലെങ്കിൽ ഒരു പ്രതീകം. നമുക്കത് ഒന്നിലധികം മാനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നോക്കിക്കാണാം, പര്യവേക്ഷണം ചെയ്യാം, എന്താണെന്ന് മനസ്സിലാക്കാം. വാൽമീകി രാമായണത്തിലും ഇതുപോലെ തന്നെ രാമചരിതമാനസത്തിലും ഒക്കെ ശുദ്ധമായ ഭക്തിയിലൂടെ ആത്മീയ മഹത്വം കൈവരിക്കുന്ന എളിയ വംശജരായ ഒരു ഗോത്ര സ്ത്രീയായി അല്ലെങ്കിൽ എളിയ വംശജയായ ഒരു ഗോത്ര സ്ത്രീയായിട്ടാണ് ശബരിയെ അല്ലെങ്കിൽ ശബരി മാതാവിനെ വളരെ പ്രാധാന്യത്തോടുകൂടി ചിത്രീകരിച്ചിട്ടുള്ളത്. അവരുടെ കഥ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശയത്തിനുള്ള ഒരു ചൂണ്ടുവിരലാണ്. എന്താണ് ആശയം? ശുദ്ധമായ ഭക്തിയിലൂടെ ആത്മീയമായ ഉന്നതി കൈവരിക്കാം എന്ന ആ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റാണ് ശബരി എന്ന കഥാപാത്രം നമ്മളോട് രാമായണത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അവരുടെ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള കഥ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമ്മൾക്കത് മനസ്സിലാവും. സാമൂഹിക ശ്രേണിയുടെ, അതായത് ആ കാലത്ത് നിലവിൽ ഉള്ള സാമൂഹിക ക്രമത്തിൻ്റെ ആ ശ്രേണിയുടെ അതിര് കടന്നത് ആയ ഒരു വ്യക്തിത്വമാണത്. അതിൻ്റെ ബൗണ്ടറീസിൽ നിന്ന് പുറത്ത് കടന്നയാൾ, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ളവളാണെങ്കിൽ ആദിവാസി സ്ത്രീയായിട്ടാണ് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശബരിയുടെ അചഞ്ചലമായ ഭക്തി അവർക്ക് ശ്രീരാമൻ്റെ ദിവ്യ ദർശനം ആണ് സമ്മാനിക്കുന്നത്. അതാണ് ഭക്തിയിലൂടെ
നിലവിലുള്ള സാമൂഹിക ക്രമത്തിൽ ആചാരപരമായ ക്രിയകളിലൂടെ ഈശ്വരീയതയെ പിന്തുടരുന്ന സമയത്ത് സമ്പന്നതയും സമൃദ്ധിയിലും ജീവിക്കുന്ന ഗോത്ര സംസ്കാരങ്ങളിൽ ഈശ്വരനെ പിന്തുടരാനുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, യോഗികൾ, സന്യാസിമാർ, ഋഷിമാരൊക്കെയുള്ള ഒരു ക്രമത്തിൽ ഈശ്വരനെ പിന്തുടരുന്നത് ആചരണങ്ങളിലൂടെയാണെങ്കിൽ ശുദ്ധമായ ഭക്തി മാത്രമായിട്ട് ഈ പാർശ്വവൽക്കരിച്ച ഇത്രയും ഒന്നും സുഖസൗകര്യങ്ങൾ ഈശ്വരീയതയിൽ അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത സമൂഹത്തിലുള്ള ശബരി അചഞ്ചലമായ ഭക്തിയിലൂടെ അവർക്ക് ലഭിക്കുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദർശനമാണ്, ദിവ്യദർശനമാണ്. ഇത് ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള ആത്മീയ മൂല്യസങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. അത് എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പുരാണ ഇതിഹാസങ്ങളെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൽ ജാതി വർണ്ണ വ്യവസ്ഥകളെ ഒക്കെ കൊണ്ടുവരാറുണ്ട്. ശരിക്കും ബോഷ്കാണ്, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനെയുള്ള കഥാപാത്രം നോക്കിയാൽ തന്നെ കാണാം, ഒരു ആദിവാസി സ്ത്രീ ആണ് ഇപ്പം ശ്രീരാമനെ വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി കണക്ക് കൂട്ടിയാൽ പോലും ആ ശ്രീരാമൻ ഇതൊന്നുമില്ലാതെ പെരുമാറിയ ഒരു കഥാപാത്രമാണ് ശബരി. ആ ശബരിയാണെങ്കിൽ എന്താ, ആദിവാസി വനിതയുമാണ്. അവിടെ തന്നെ ജാതി അടിസ്ഥാനമാക്കിയുള്ള ആത്മീയ മൂല്യസങ്കല്പങ്ങൾ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആര്? വാൽമീകി. ആചാരത്തേക്കാൾ ശ്രേഷ്ഠം ഭക്തി എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ആശയങ്ങളൊക്കെ ആയിരുന്നു പ്രാധാനികമായി എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആചാരപരമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയായി നമ്മൾ രാമായണത്തിൽ പലപ്പോഴും ഈ ഞാൻ പറഞ്ഞ പോലെ ബ്ലോഗുകൾ എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ വർണ്ണ ജാതി വ്യവസ്ഥയൊക്കെ ഉള്ള ആളുകൾ, ഉച്ചനീചത്വങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളൊക്കെ എഴുതാറുള്ള കാര്യമാണ്. അതെന്താ? അത് ഈ പറയുന്ന പോലെ ശ്രീരാമന് ശബരി ഭക്ഷിച്ച ശേഷമുള്ള ഫലങ്ങൾ ശ്രീരാമന് ഭക്ഷിക്കാൻ കൊടുത്തു എന്നത് രാമായണത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആചാര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അശുദ്ധമാണ് എന്ന് കണക്കാക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രവൃത്തി. എന്നിട്ടും ശ്രീരാമൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നും രാമായണത്തിൽ കാണുന്നു. അപ്പോൾ സ്നേഹവും ആത്മാർത്ഥതയും ഔപചാരികതയേക്കാൾ ഉയർന്നതാണെന്ന് കാണിക്കുന്നതാണ് ശബരിയുടെ ആ ആക്ട്. അതായത് നമ്മൾക്ക് പ്രമാണങ്ങളും ആചാരപരമായ സിദ്ധാന്തങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ബൈപ്പാസ് ചെയ്യുന്ന സിദ്ധാന്തങ്ങളും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ, പൂർവ്വ പാരമ്പര്യങ്ങളിൽ. ഇനി മൂന്നാമതുള്ള ഒരു ലക്ഷണം അല്ലെങ്കിൽ പ്രതീകം എന്താണ്? ആത്മീയമായ ക്ഷമയാണ്. ശബരി തൻ്റെ ഗുരുവിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് വർഷങ്ങളോളം ശ്രീരാമന് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ്, മഹാദേവന് മുമ്പിൽ നന്ദി ഇരിക്കുന്നത് പോലെ. അപ്പോൾ അവളുടെ ജീവിതം വിശ്വസ്തമായ ആ കാത്തിരിപ്പിൻ്റെ ഒരു പ്രതീകമാണ്. അതിൽ തന്നെ ഒരു ആത്മീയമായ ശിക്ഷണം നടക്കുന്നുണ്ട്. അതായത് തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ച് തൻ്റെ മുമ്പിൽ അവതരിക്കുമെന്ന് പറഞ്ഞ ആ അവതാര പുരുഷനെ കാത്തിരിക്കുക, അതൊരു തപസ്സാണ്, തീവ്രമായ തപസ്. അത് യഥാർത്ഥത്തിൽ ഗുരു പരമ്പരയും ഗുരു ശിഷ്യ ബന്ധത്തെയൊക്കെ കാണിക്കുന്നതാണ് ആ തപസ്. ഇനി സൂക്ഷ്മമായ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് ശബരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ തേടുന്ന, ഈശ്വരനെ തേടുന്ന ഒരു ആത്മാവ്, ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ്, അജ്ഞതയിൽ നിന്ന് പ്രബുദ്ധതയിലേക്കുള്ള ശബരിയുടെ യാത്ര ഭക്തിയിലൂടെയും സമർപ്പണത്തിലൂടെയുമാണ് ആത്മാവിൻ്റെ ആ പാതയെ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ യഥാർത്ഥത്തിൽ ഈശ്വരനെ പിന്തുടരാനുള്ള ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആ ത്വര ശബരിയിലൂടെ നമ്മൾ ദർശിക്കുന്നത് ഏത് ഭാവത്തിലാണ്? ഭക്തിയിലൂടെയും സമർപ്പണത്തിലൂടെയുമാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പേ ശൂർപ്പണഖയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീയെ അടിച്ചമർത്തുന്നതായി വാൽമീകി രാമായണത്തിൽ കാണാമെന്ന് 21-ാം നൂറ്റാണ്ടിൽ കുറേ ആളുകൾ പറയുന്നുണ്ടെന്ന് ഞാൻ പറയുന്ന സമയത്തും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വാല്യൂ. ഇവിടെ സ്വീകാര്യതയുടെ സ്ത്രീതത്വം. ശബരി ശ്രദ്ധയെ ഉൾക്കൊള്ളുന്നു. ബുദ്ധിപരമായ അഹങ്കാരമില്ലാതെ ദിവ്യമായ കൃപ സ്വീകരിക്കുന്ന വിശ്വാസം അല്ലേ? കാരണം സാക്ഷാൽ ശ്രീരാമൻ പോലും ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ത്രീതത്വം.
നേരത്തെ റിജക്റ്റ് ചെയ്ത സ്ത്രീ തത്വമായിട്ട് ശൂർപ്പണഖ. അതെന്തുകൊണ്ടാണ്? അവിടെ ആസുരികതയാണ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്. ആര്? ശൂർപ്പണഖ. ഇവിടെ ശബരി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്താണ്? ദിവ്യമായ, ബുദ്ധിപരമായ, അഹങ്കാരമില്ലാത്ത ദിവ്യകൃപ സ്വീകരിക്കുന്ന വിശ്വാസം എന്നുള്ള ഗുണം. അപ്പം ഏതിനെയാണ്? നന്മയെ സ്വീകരിക്കും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും നന്മയെ ഓൾവേസ് നമ്മൾ ലിംഗഭേദങ്ങൾക്ക് അപ്പുറത്തായി ചിന്തിക്കുമെന്ന് ഭാരതം ലോകത്തോട് പറഞ്ഞ സിദ്ധാന്തങ്ങളിൽ ഒന്ന്. പിന്നെ ഒന്ന് നമുക്ക് കാണാനുള്ള ആന്തരികമായ വന്യതയായിട്ടാണ് വനം. നമ്മൾ പലപ്പോഴും പല എപ്പിസോഡിലും പറഞ്ഞു, വനത്തിൻ്റെ പ്രതീകം ആക്ച്വലി നമ്മുടെ ഉള്ളിലുള്ള വൈൽഡ്നെസ് ആണ്. യഥാർത്ഥ ആത്മീയ പരിവർത്തനം സംഭവിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഇന്നർ കോൺഫ്ലിക്ട്സിലാണ്. ആന്തരികമായ കുഴപ്പങ്ങളെയും അതുപോലെ തന്നെ ലാളിത്യത്തെയും പ്രതീകവൽക്കരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ശബരിയുടെ കഥാപാത്രം. ഈ ഫലങ്ങൾ അല്ലെങ്കിൽ പഴങ്ങൾ അർപ്പിക്കുന്നത്, ശ്രീരാമന് അർപ്പിക്കുന്നതിന് മുമ്പ് ആ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ആന്തരികമായ അനുഭവങ്ങളുടെ പരീക്ഷണമാണ് ആ ഭക്ഷിക്കുന്ന ക്രിയയായിട്ട് നമുക്ക് കാണേണ്ടത്. അതായത് തന്നിൽ വന്ന ഒരു തത്വം, കയ്യിലുള്ള ഫലം എന്ന് വിചാരിക്കുക, തൻ്റെ ആത്മീയ പ്രയാണത്തിൽ അല്ലെങ്കിൽ ആത്മായനത്തിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഞ്ചരണത്തിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആയനത്തിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ആ രാമായണത്തിൽ അവനവൻ്റെ കയ്യിലേക്ക് വന്നു ചേരുന്നത് അനുഭവങ്ങളാണ്. ഓക്കെ, ആ അനുഭവങ്ങൾ സ്വയം ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കയ്യിൽ വന്ന പഴം ജ്ഞാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, അറിവായിട്ട്. ആ അറിവിനെ അനുഭവങ്ങളാക്കുന്ന പരീക്ഷണങ്ങളാണ് അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ അറിവിനെ അനുഭവമാക്കി മാറ്റിയിട്ട് ആ അനുഭവം ദൈവത്തിന് സമർപ്പിക്കുക. ദൈവീകതയ്ക്ക് മാധുര്യമുള്ളതായത്, അതായത് ദൈവീകതയ്ക്ക് മധുരവും സത്യവുമായത് മാത്രം കൊടുക്കുക എന്നുള്ളത്, ഇത് വളരെ വലിയ തത്വമാണ് ശബരിയുടെ. കാരണം ഞാനും നിങ്ങളുമാകുന്ന സാധകര് തൻ്റെ ഉച്ചനീചത്വങ്ങൾ, അതായത് ആചാരത്തിലൂടെ ഇന്ന ക്രമത്തിലൂടെ മാത്രമേ ഈശ്വരന് കിട്ടൂ, ഇന്ന മതത്തിലൂടെ മാത്രമേ ഈശ്വരന് കിട്ടൂ, ഇന്ന വേദം പഠിച്ചാൽ മാത്രമേ ഈശ്വരന് കിട്ടൂ, ഇന്ന ഗുരുപരമ്പരയിലൂടെ പോയാൽ മാത്രമേ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റൂ എന്നുള്ള ആ ക്രമത്തെ, സാമൂഹിക ക്രമത്തെ ആദ്യം തന്നെ ശബരി തച്ചുടക്കും. കാരണം നമ്മൾ ഇന്നും എപ്പോഴും ആരെങ്കിലും ആധ്യാത്മിക മാർഗത്തിൽ ചലിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉടനടി ചോദിക്കുന്ന ചോദ്യം ഏത് ഗുരുപരമ്പരയാണ്, ഇയാൾക്ക് ഗുരുപരമ്പരയുണ്ടോ, ഇയാൾ ഗുരുപരമ്പര ഇല്ലാതെ പിന്നെ എന്തറിവാണ്, എവിടെ നിന്നാണ്? ഇവിടെയൊക്കെയാണ് നമ്മൾ ശബരിയുടെ കഥാപാത്രത്തെയൊക്കെ മാനദണ്ഡമാക്കിയിട്ട് കാണിക്കേണ്ടത്. കാരണം ശബരി ഈ പറയുന്ന പോലെ തന്നെ തൻ്റെ അനുഭവങ്ങൾ, ഗുരുപരമ്പര ഉണ്ടെങ്കിലും ഗുരുപരമ്പരയുടെ വാക്കിനെ വിശ്വസിച്ച് ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുകയും ആ പ്രവർത്തന പദത്തിൽ ശബരി കൈമുതലാക്കിയിരുന്നത് ആചാരങ്ങളോ അതുപോലെയുള്ള ക്രമങ്ങളോ അല്ല, നേരെ മറിച്ച് പൂർണ്ണമായ ഭക്തിയും സമർപ്പണവുമാണ് ആ തത്വത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾക്ക് ആധ്യാത്മികത പഴയ ഗുരുകുല സമ്പ്രദായമോ ഗുരുപരമ്പര സമ്പ്രദായത്തിലൂടെ അല്ലാതെ ഒരാൾ ആധ്യാത്മിക കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ മുൻപോട്ട് വന്നാലോ അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ താല്പര്യം കാണിച്ചാലോ യഥാർത്ഥത്തിൽ അയാളിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അയാളിൽ സമ്പൂർണമായ അയാൾ ഉദ്ദേശിക്കുന്ന ആ ദിശയിൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്യമത്തിൽ അയാൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടോ, പൂർണ്ണമായ ഭക്തിയുണ്ടോ, പൂർണ്ണമായ സമർപ്പണമുണ്ടോ? ഇത് മൂന്നും ഉണ്ടെങ്കിൽ അയാൾ ഫോളോ ചെയ്യുന്നത് ശബരിയുടെ പാത്താണ്, ശബരിയുടെ മാർഗമാണ്. ആ ശബരിയുടെ മാർഗത്തിൽ ശബരിക്ക് സാക്ഷാൽ ആത്മസാക്ഷാത്കാരമായ ശ്രീരാമൻ്റെ ദിവ്യ ദർശനം കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കും അത് കിട്ടും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മളോട് പറയുന്നത് വെറും ബോഷ്കായ കെട്ടുകഥകളല്ലല്ലോ. അപ്പോൾ ശബരി സ്വയം അറിവാകുന്ന ആ ജ്ഞാനപ്പഴത്തെ ഭക്ഷിക്കുന്നു, അനുഭവമാക്കി മാറ്റുന്നു. ആ ഭക്ഷിക്കുന്നതിലൂടെ അനുഭവം കിട്ടുന്നു. ആ അനുഭവത്തെ ദൈവീകതയ്ക്ക് മധുരവും സത്യവുമായത്, അങ്ങനെയുള്ളത് അനുഭവം മധുരമായിരിക്കും, സത്യമായിരിക്കും. ആ മധുരവും സത്യവുമായതാണ് ശ്രീരാമന് കൊടുക്കുന്നത്, ഈശ്വരീയതയ്ക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ശബരി എന്ന ഈ വാക്ക് സംസ്കൃത നിഘണ്ടുവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ ശബരി എന്നുള്ളത് നമുക്ക് ഒരു സ്ത്രീ രൂപമായിട്ട് കാണാൻ, അല്ലേ, സ്ത്രീലിംഗമായി നോക്കാം. ഇത് ഒരു ഗോത്ര വനിതയായോ അല്ലെങ്കിൽ ഒരു വനവാസി വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ വനം പരിഷ്കരണത്തിൻ്റെ കേന്ദ്രമാണ്. വനം നമ്മളിലുള്ള ആദിമ വികാരങ്ങളുടെ ഒക്കെ റിഫൈൻമെൻറ്റ് നടക്കേണ്ട സ്ഥലമാണ്. ഇപ്പം മാനവരാശി എടുത്താൽ പോലും
ഹണ്ടർ ഗാദർ ആയിട്ട് പരിണാമ സിദ്ധാന്തത്തിൽ സാമൂഹിക ക്രമം ആരംഭിച്ച മാനവരാശി അവരും പരിണമിച്ചത് വനത്തിൽ നിന്നാണ്. ഇന്ന് ഈ കാണുന്ന ആധുനികതയൊക്കെ നമ്മൾ കെട്ടിപ്പടുത്തതിൻ്റെ അടിത്തറ വനാന്തരങ്ങളിൽ മൃഗങ്ങളെ വേട്ടയാടിയും പ്രകൃതിയോട് മല്ലടിച്ചും നടന്ന ആ മാനവ രാശി തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പറയുന്ന വ്യക്തിത്വങ്ങളിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ യാഥാസ്ഥിതിക ഈ പറയുന്ന ഗോത്ര വിഭാഗം അല്ലെങ്കിൽ വനവാസി വ്യക്തിയായിട്ട് ശബരിയെ കാണും. അതുപോലെ തന്നെ യാഥാസ്ഥികമായ വേദവിഭാഗത്തിന് പുറത്തുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പ്രദായികമായ ഒരു ക്രമത്തിന് പുറത്ത് നിന്നുള്ള ഈശ്വരാരാധന ചെയ്യുന്ന ഒരാൾ. സംസ്കൃതത്തിന് ശബര അല്ലെങ്കിൽ ശബരി എന്ന് പറഞ്ഞ ലാളിത്യം, അസംസ്കൃതത എന്നാണ്. അതായത് സംസ്കരിക്കുന്നതിന് മുമ്പേ ഉള്ളത്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട അസ്തിത്വം എന്ന റോ മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുന്നല്ലോ. പലപ്പോഴും ഈ പറയുന്ന നഗര അല്ലെങ്കിൽ പണ്ഡിത ജീവിതവുമായി വ്യത്യാസപ്പെട്ടിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗുരുപരമ്പരാ സിസ്റ്റവുമായിട്ട് ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് നിന്ന് ഈശ്വരനെ ആരാധിക്കുന്ന, ഇപ്പം നമ്മൾ അധിമാർഗികൾ എന്നൊക്കെ പറയുന്ന പോലെ, അഘോരികൾ എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ശബരി ഭാഷാപരമായി നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്നത് പ്രകൃതിയുടെ വന്യമായ എന്നാൽ ശുദ്ധമായ സത്വ, ആ സത്തയാണ് നമ്മുടെ ഉള്ളിൽ ശബരി എന്ന പദം ഉയർത്തുന്നത്, അല്ലെങ്കിൽ കഥാപാത്രം. യാഥാസ്ഥിതികതയുടെ അതിരുകൾക്ക് പുറത്തുള്ള അനുരൂപവാദിയല്ലാത്ത ഒരു സാധകന്റെ ഗുണത്തെയാണ് ശബരി പ്രതിനിധാനം ചെയ്യുന്നത്. ആത്മീയമായ വ്യവഹാരത്തിലെ ഉൾക്കൊള്ളലിൻ്റെ പ്രതീകമാണ്. അതായത് ആത്മീയമായ എല്ലാ പ്രക്രിയയിലേക്കും ആ ഒരു പ്രോസസ്സിലെ യഥാർത്ഥ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ശബരി. ശബരി എന്തിനെ പ്രതീകവൽക്കരിക്കുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ, ആചാരത്തിനും മുകളിലുള്ള ഭക്തി എന്ന തലം, ആത്മീയമായ സമത്വം, ക്ഷമ, ഇതാണ് ഒരു അലങ്കാരം. ഇനി അതിൻ്റെ സൂക്ഷ്മാർത്ഥം എന്താണ്? ആത്മാവിൻ്റെ യാത്ര, സ്ത്രീയുടെ സ്വീകാര്യത, ആന്തരികമായ വന്യത, ഇത് ശബരി. ഇനി ഭാഷാപരമായി നിഘണ്ടു പ്രകാരം നോക്കിയാൽ ഗോത്രം അല്ലെങ്കിൽ ലാളിത്യം, ബാഹ്യമായ പദവി, യാഥാസ്ഥിതികതയ്ക്ക് അപ്പുറത്തുള്ള വിശുദ്ധി, അതായത് പരമ്പരാഗതമായ ഒരു വിശുദ്ധി തലത്തിൽ നിന്ന് അതിൻ്റെ പുറത്ത്, അതിൻ്റെ ഫ്രെയിമിന് പുറത്ത് നിൽക്കുന്ന ഒരു വിശുദ്ധി. അങ്ങനെ ശബരിയുടെ പേരും കഥയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദിവ്യമായ സ്നേഹത്തിൻ്റെയും വരേണ്യവർഗത്തിന് മാത്രമുള്ളതല്ല ഈശ്വര ആരാധന, അത് ആത്മാർത്ഥതയുള്ളവരിലേക്കും കൂടി ഒഴുകുന്നതാണ് എന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഭാരതീയ പാരമ്പര്യത്തെ എല്ലാവരും വിമർശിക്കുന്ന സമയത്തും എന്തുകൊണ്ടോ ആളുകൾ ശബരിയുടെ ഉദാഹരണം പറയാറില്ല. പക്ഷേ കൃത്യമായ ഉദാഹരണമാണ് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ വരേണ്യവർഗം എന്നുള്ളതില്ല. ശ്രീരാമനെ സാക്ഷാത്കരിച്ച വനവാസിയായ ശബരിയുടെ കഥ നമ്മൾ പലപ്പോഴും മറന്നു പോവാറുണ്ട്. അപ്പം ആത്മീയ വരേണ്യത അല്ലെങ്കിൽ ആത്മീയ വരേണ്യവൽക്കരണത്തിന് എതിരായ കാവ്യാത്മകമായ ഒരു കലാപവും ഹൃദയത്തിൻ്റെ വിശുദ്ധിയുടെ ആഘോഷവുമാണ് യഥാർത്ഥത്തിൽ വാൽമീകി ശബരിയിലെ ആ കഥാപാത്രത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അതായത് സോഷ്യൽ ഹെറാർക്കിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ സ്പിരിച്വൽ എംപവർമെൻറ്റ് ഒരിക്കലും സൊസൈറ്റി ക്ലച്ചേഴ്സിൽ അതല്ലെങ്കിൽ കാസ്റ്റ് ക്ലച്ചസിലായി പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് വാൽമീകി നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ, ഈ പറയുന്ന തത്വങ്ങളൊക്കെ വളരെ സാമൂഹിക പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എല്ലാവരിലും എത്തിക്കണം. അതിനുവേണ്ടി നിങ്ങൾ വളരെ ഗംഭീരമായി യതീശയോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.